മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചത് മായ വിശ്വനാഥ് ജിയാണ്. ഞങ്ങള് ഫ്ലവേഴ്സ് 24 തമ്മിൽ എന്ന ചർച്ചയിൽ നിൽക്കുമ്പോൾ മായ മാഡത്തിന്റെ ആ ചോദ്യം വൈറലായിരുന്നു. അത് ഫ്ലവേഴ്സ് 24 കാര്യമായിട്ട് എടുത്തിട്ടിരുന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: ഒരു പെണ്ണിനെ 9 തവണ പീഡിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കള്ളമാണ്. 5 വർഷമായി പീഡിപ്പിക്കുന്നു, 8 വർഷമായി പീഡിപ്പിക്കുന്നു, 12 വർഷമായി പീഡിപ്പിക്കുന്നു, 9 തവണ പീഡിപ്പിച്ചു, 15 തവണ പീഡിപ്പിച്ചു എന്നൊക്കെ. എങ്ങനെയാണത് പറ്റുക എന്നുള്ള സത്യസന്ധമായ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് കൈയടിക്കാനും അഭിനന്ദിക്കാനും തോന്നി. ആ ചാനൽ ചർച്ചയിലെ ഒരുപക്ഷെ നമ്മുടെ ഈ സമാനമായ ചർച്ചകളിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്: എങ്ങനെയാണ് ഈ ബന്ധത്തിലൊക്കെ ഇരിക്കുമ്പോൾ 9 തവണ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്? ഞാനപ്പോൾ ആ കാര്യത്തിന് വേണ്ടി മായാജിയുടെ ആ വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം. ഇപ്പൊ മായാജിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, മായാജിയുടെ ഒപ്പം ഉണ്ട്. ഞാൻ മായാജിയെ വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. മാഡം ഏതൊരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ മായാജിയെ കൂടെ വിളിച്ചിട്ടുണ്ട്. മായാജിയിലേക്ക് തന്നെ പോവാം. മായാജി ഒന്ന് റെക്കോർഡ് ചെയ്യാണ് വിത്ത് യുവർ പെർമിഷൻ. അപ്പോ യെസ്, ശരി. അപ്പോ മായാജി, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ആ ചോദിക്കാൻ കാരണം പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും കാലമായിട്ട് ആർക്കും ചോദിക്കാൻ ധൈര്യമില്ലാത്തൊരു ചോദ്യമാണ്. ഇതാണ് അതിന്റെ സത്യം. എത്രയോ വർഷങ്ങളായി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു മെറിറ്റുമില്ല എന്നുള്ളതാണ് ഒരു സത്യം. മായാജിയുടെ ആ ചോദ്യം ചോദിക്കാൻ കാരണവും ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള മാഡത്തിന്റെ അഭിപ്രായവും അറിയണം. ഏതോ പരിപാടിക്ക് ഇരിക്കാൻ തോന്നുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പൊ എന്താ മായാജി, എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഒരു പെണ്ണിനെ 9 തവണ പീഡിപ്പിക്കാൻ പറ്റുമോ? കാര്യം ഇന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കഥയാണ്. 15 വർഷം പീഡിപ്പിച്ചു, 12 വർഷം പീഡിപ്പിച്ചു, 10 തവണ പീഡിപ്പിച്ചു, 9 തവണ പീഡിപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം ഉണ്ടായത്? അത് വളരെ വൈറലുമായി കേട്ടോ, വളരെ വൈറലായി. ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാരെ ശ്രദ്ധിച്ചു. നമസ്കാരം രാഘവ് ജി, എല്ലാവർക്കും അവിടെ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. വേറെ ഒന്നല്ല, കാരണം പീഡനം ഒരു പ്രാവശ്യം നടക്കുള്ളൂ. പക്ഷെ ആ പിടിക്കുമ്പോ എല്ലാ പെൺപിള്ളേരും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അവര് കുറച്ചുനാൾ കഴിയുമ്പോൾ ആരെങ്കിലും അടുത്ത് പറയിരിക്കും, പിന്നെ പീഡിപ്പിക്കാന്ന്. കാരണം ഇതിപ്പോ സ്ഥിരമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ ഇടയ്ക്ക് എന്റെ ഫ്രണ്ടിന് മാത്രമല്ല, എനിക്ക് അറിയാവുന്ന ഒരുപാട് പേർക്ക് ഇതേപോലെ അവർ പ്രണയിക്കുന്ന സമയത്ത് ചില സ്ത്രീകള് അല്ലെങ്കിൽ ചില പുരുഷന്മാര് ടോക്സിക് ആവും. അപ്പൊ അവർക്ക് ആ റിലേഷൻ കൊണ്ടുപോകാൻ മടി വരുമ്പം അവർ ആ റിലേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കും. ചിലവര് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആക്കുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആള് അതൊരു പുരുഷനാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ പ്രശ്നമല്ല, പുരുഷൻ പെട്ടെന്ന് ഫേമസ് ആവുമ്പം അല്ലെങ്കിൽ അവരിതുവരെ അറിയാത്തതാകുമ്പം 15 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് വരുന്ന പീഡനമാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഇങ്ങനെ ഒരാൾ 9, 19 പ്രാവശ്യം, ഞാനും ഒരു പെണ്ണാണ്, എന്റെ ദേഹത്ത് എന്റെ ഇഷ്ടമല്ലാതെ ഒരാള് ദേഹത്ത് തൊടയിൽ നോക്കി ചെയ്യണമെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും ഭയങ്കരമായിട്ട്. എന്റെ ഫെമിനിസം അതാണ്, അല്ലാതെ ഒരു പുരുഷനെ ചവിട്ടി തേക്കുന്നതല്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പുരുഷന്മാരും എങ്ങനെ മോശമാവും, അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. അതേപോലെ തന്നെ ഒരു സ്ത്രീ മോശമായതുകൊണ്ട് എല്ലാ സ്ത്രീകളും മോശമാവണമെന്നില്ല. ഇവിടെ ആദ്യത്തെ കാഴ്ചപ്പാട് മാറേണ്ട സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വിവേചനം മാറ്റണം. വ്യക്തികളാണ്. ഇപ്പം എന്നെ ആയാലും രാഹുലായാലും നമ്മളെന്താ പറയുന്നത്, ഇന്ത്യൻ പൗരനാണ് അല്ലെ? അല്ലാതെ എന്നെ ഇന്ത്യൻ പൗരിച്ചി എന്നല്ല പറയുന്നത്. എനിക്കത് മായാജി പറയുന്നതിന്റെ ഒരു ക്രക്സ് എനിക്ക് തോന്നിയ കാര്യമേ, എനിക്കത് വളരെ ഇംപ്രസീവായി തോന്നിയ കാര്യം, ഞങ്ങൾ ആണുങ്ങൾ പറയുമ്പോൾ അതിന് കിട്ടുന്ന റെസ്പെക്റ്റും റീച്ചും കുറവാണ്. പക്ഷെ സ്ത്രീകൾ തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു പറയുമ്പോൾ, ഇപ്പം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പല കേസുകളിലെയും കാര്യങ്ങളും ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധം പിരിഞ്ഞു പോയത് ദൗർഭാഗ്യകരമാണ്. ബന്ധം പിരിഞ്ഞു പോകുമ്പോ പിന്നെ കൊണ്ടുവരുന്ന, കാരണം ഇവര് രണ്ടുപേരും, ഒരു പുരുഷനും സ്ത്രീ ഒരേ സുഖം അനുഭവിച്ചു. അവര് ആ സമയത്ത് സന്തോഷം പങ്കിട്ടു. അത് കഴിയുമ്പോ പുരുഷൻ മാത്രം എങ്ങനെ ഇരയാവുന്നു, അവരെ വേട്ടക്കാരനാവുന്നു, മറ്റവർ അതിജീവിതയാവും. യഥാർത്ഥ അതിജീവിതർക്ക് ഇവിടെ അവർക്ക് അതിനുള്ള അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു നിയമമോ കിട്ടുന്നില്ല. യഥാർത്ഥ അതിജീവിതം, യഥാർത്ഥ, വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അല്ല, അങ്ങനെയല്ല, ഈ യഥാർത്ഥ അതിജീവിതകളോടൊപ്പം നമ്മൾ നിൽക്കണം. പക്ഷേ പലപ്പോഴും പല ആൾക്കാരും യഥാർത്ഥ അതിജീവിതകളല്ല ഈ പരാതികൾ. അതെ അതെ, അല്ല 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 ഇതിവിടെ വരുന്ന പരാതികൾ ഭൂരിഭാഗം, ഒരു 98% വരുന്ന പരാതികളും അവരറിഞ്ഞുകൊണ്ട് തന്നെ പോയി പലയിടത്തും പോയിട്ട് പിന്നെ അത് പീഡനമായിട്ട് വരുമ്പം സ്ത്രീകൾക്ക്
ഒരു നെറ്റിച്ചൊല്ലിയാണ്. കാരണം ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സൊസൈറ്റിയിൽ സ്ത്രീ എന്ന വാക്കിന് തന്നെ ഭയങ്കരമായിട്ട് പുച്ഛം വരും. ഉറപ്പാണ്. ഹലോ, വളരെ സത്യമാണ്, വളരെ 100% വളരെ സത്യമാണ്, വളരെ സത്യമാണ്. പുച്ഛം വരും, അതൊരു പുച്ഛം വരും. സ്ത്രീ എന്ന് പറയുന്ന വാക്കിനോട് സ്ത്രീയെ ഉപമിക്കുന്നത് നമ്മളെ തുളസിയുടെ യഥാർത്ഥ പവിത്രയോടെയാണ് സ്ത്രീയെ ഉപമനിക്കുന്നത്. എല്ലാ ഇതിലും ഉപമാനം കൊടുക്കുന്നത് സ്ത്രീക്ക് അത്ര വാല്യൂ ആയിട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ സ്ത്രീകൾ ഇറങ്ങിയാണെങ്കിൽ നല്ല സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഡിഗ്നിറ്റി, നല്ലത് ചീത്ത ഡിഗ്നിറ്റി ഉള്ള സെൽഫ് റെസ്പെക്ട് ഉള്ള സ്ത്രീകൾക്ക് ഇതിന്റെ ഒരു വാല്യൂ പോവും. വളരെ കറക്റ്റാണ്. അല്ല, ഒരു കാര്യം കൂടെ സബ്മിറ്റ് ചെയ്തോട്ടെ. അല്ല, ഇപ്പൊ യഥാർത്ഥത്തില് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ അതിജീവിത എന്ന വാക്ക് പവിത്രമായ ഒരു വാക്കാണ്. പക്ഷെ ഇപ്പം പലരും അത് മിസ്യൂസ് ചെയ്യുകയാണ്. ആ വേർഡിന്റെ, അതിജീവിത എന്ന പദത്തിന്റെ തന്നെ വാല്യൂ പോവുകയാണ്. അതുകൊണ്ട് വാല്യൂ പോയി. കാരണം ഇപ്പൊ ഏറെയായിട്ട് ഭൂരിഭാഗം ഇപ്പൊ ഏറെയായിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളാണ്. അവരാണ് അതിജീവിതൻ എന്ന് പറയേണ്ടത് അവരെയാണ്. ഇങ്ങനത്തുള്ള സ്ത്രീകളെ അല്ലേ, ഇങ്ങനത്തെ സ്ത്രീകളെ എനിക്ക് വളരെ പിന്നെ ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ ഫെമിനിസം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം, ഞാൻ ആരുടെയും പേര്, അവരുടെ കൂടെ എപ്പോഴും പുരുഷന്മാര് കാണും, സ്ത്രീകളല്ല അവരുടെ കൂടെ കാണുന്നത്. ഞാൻ ഒരുപാട് ഫെമിനിസമാണ്. എന്നിട്ട് തന്നെ അവര് പുരുഷന്മാരെ എന്തിനാണ് അവരുടെ ഒരു ഹസ്ബൻഡോ അവരുടെ ഒരു അച്ഛനോ ചിലപ്പോ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് എല്ലാ പുരുഷന്മാരെയും അങ്ങനെ നോക്കരുതെന്നുള്ളതാണ്. വളരെ കറക്റ്റ്. ഞാനിപ്പം മാഡത്തിന് അധികം സമയം എടുക്കുന്നില്ല, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. ഒരു കാര്യം കൂടി പറയണം പ്ലീസ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഫെമിനിസം പറയുന്ന സ്ത്രീകൾ യഥാർത്ഥമായി പീഡിക്കപ്പെട്ട അല്ലെങ്കിൽ യഥാർത്ഥമായി വേദന അനുഭവിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലല്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായി. ഒരുപാട് പേര് അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈയിടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു. 19 വയസ്സുകാരി 17 വയസ്സുകാരനെ പീഡിപ്പിച്ചു. പക്ഷെ അവളുടെ പടം ഒരു സ്ഥലത്തും വന്നിട്ടില്ല, അവരുടെ ഡീറ്റെയിൽസും വന്നിട്ടില്ല. ആ പയ്യനെ കുറിച്ച് അതിജീവൻ എന്ന് പറഞ്ഞ പേരോ അവനെ ഇരയാക്കിയത്. ആ ന്യൂസ് എവിടെ പോയി? അന്ന് ഈ ഫെമിനിസ്റ്റുകൾ എവിടെ പോയി കടന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഇന്ന റൂമിൽ വരിക, കഥ കുറ്റിയിടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മസാലദോശ ഉണ്ടാക്കാനോ രാമായണം വായിക്കാനോ കുർബാന ചൊല്ലാനോ കട്ടൻ കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ അല്ല, ഇതിന് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാം. കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ അറിഞ്ഞു വെച്ചിട്ട്, കാരണം ഇന്ന് ഒരുപാട് മാറ്റി പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ അധികം മാഡത്തിന് സമയം എടുക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഡൈവേഴ്സായി, നമുക്ക് ഭർത്താവിനെ വേണ്ട, പക്ഷെ അയാളുടെ സ്വത്ത് എന്തിനാണ്? കുട്ടികൾക്ക് കൊടുക്കാം. അന്ന് അവിടെ അഡ്വക്കേറ്റ് വിജിത പറഞ്ഞു, കുട്ടിയെ കൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും വരുന്നില്ല, കല്യാണം കഴിക്കുമ്പോഴേ കുട്ടി ഉണ്ടാവുള്ളൂ, കല്യാണം കഴിക്കാതെയും കുട്ടി ഉണ്ടാവാം. പക്ഷെ ഡൈവേഴ്സ് ചെയ്യുമ്പം അവന്റെ കാശ് എന്തിനാണ്? നമുക്ക് അവനെ വേണ്ട, അവന്റെ സ്വത്തും കാശും വേണം. അതിന്റെ ആവശ്യം കുട്ടിക്ക് അവൻ കൊടുക്കണം, അത് വേണം. കാരണം അവനിൽ നിന്നുണ്ടായ കുഞ്ഞിന് പരിഗണന അവൻ കൊടുക്കണം. പക്ഷെ സ്ത്രീക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് സ്വന്തമായി ജോലി ചെയ്ത്, കാരണം അവനെ വേണ്ട. അത് കാരണം രാഹുൽജി അഡ്വക്കേറ്റ് ആണ്. ഇത്തരം കാര്യങ്ങളും കൂടെ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും. അല്ല, ഡൈവേഴ്സ് ചെയ്യുമ്പം ഹസ്ബൻഡ് വൈഫിനോട് ചോദിക്കുന്ന മാതിരി തന്നെ കുറച്ച് മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കണം, നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഡൈവേഴ്സ് ചെയ്യുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. അതും കൂടി നമ്മുടെ ജുഡീഷ്യൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ ഫാമിലി ഓറിയന്റേഷൻ വേണം. തീർച്ചയായും. എന്തായാലും അധികം സമയം എടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എനിക്കറിയാം, ഐ എം വെരി കോൺഷ്യസ് ഓഫ് ടൈം. അവിടെ ഒരു പരിപാടിക്ക് ഇരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഇന്ററാക്ടിങ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് രാഹുൽജി. താങ്ക് യു. വളരെ പ്രസക്തമായ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് മാഡം. അതായത് ഇതിൽ ചോദിച്ച ചോദ്യങ്ങളും എല്ലാം വൈറലായി. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ഒരാളെ എങ്ങനെ 9 തവണയൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? റൂമിൽ കയറ്റുന്നത് കുർബാന ചൊല്ലാനല്ലല്ലോ. അതൊരു സ്ത്രീ പറയുമ്പം അതിന് വാല്യൂ ഉണ്ട്, സത്യസന്ധതയുണ്ട്, മൂല്യമുണ്ട്. താങ്ക് യു മായാജി. പല പുരുഷന്മാരെയും കുടുക്കാൻ നടക്കുന്ന ഗൂഢശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. താങ്കളെ പോലുള്ള സ്ത്രീകൾ അതിശക്തമായി ഉയർന്നു വന്ന് പുരുഷന്മാരെയും സത്യം അവനോടൊപ്പം ആണെങ്കിൽ അവനോടൊപ്പം, സത്യം അവൾക്കൊപ്പം ആണെങ്കിൽ അവൾക്കൊപ്പം, ആ സത്യത്തോടൊപ്പം നിൽക്കണം. ആ നിൽക്കുന്നതിന് സല്യൂട്ട് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ്.